എനിക്കിത് വേണം, ഞാൻ ഇങ്ങ് എടുക്കുക. ഇത് കൊറേ ഉണ്ടല്ലോ, വലിയ കളക്ഷൻ ആണല്ലോ. എടി കടക്കാരിടിച്ച് കൊല്ലും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. കാസർഗോഡൊക്കെ വിട്ട് കണ്ണൂരിലേക്കാണ്. അതെ, നമ്മൾ കണ്ണൂരിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. പതിവ് പോലെ ഞങ്ങൾ നമ്മുടെ ബാഗും ഫുഡും സാധനങ്ങളും കൊണ്ടൊക്കെയാണ് ഞാനും അമ്മ ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോമിലെ രണ്ടാമത്തെ സ്ഥാനമാണ് കേട്ടോ ഈ. അമ്മൂട്ടിക്കറിയാം? കണ്ണൂരിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കേട്ടോ. ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. പിന്നെ നമ്മുടെ അവിടെ നിന്ന് കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂർക്ക് വരണമെങ്കിൽ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 40 രൂപ, ടോട്ടൽ 80 രൂപ. ഏകദേശം 5:15 തൊട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 5:15 തൊട്ട് ഇപ്പോൾ 8:45 വരെ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് 8:25 കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കടന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ടാക്സി സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും പിടിക്കുന്നില്ല, നമ്മൾ നടന്നങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. അത് മാത്രമല്ല, എനിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നന്നായിട്ട് അറിയാം കേട്ടോ. ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, ഇവിടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ സ്റ്റേഷനിൽ എന്നും വരലുണ്ട് കേട്ടോ. ഇവിടെ ഈ ഘോരമായിട്ട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ സ്ഥിരം പിക്ക് ചെയ്യാനും കൊണ്ടുവരാനും ഞാനായിരുന്നു കേട്ടോ വന്നുകൊണ്ടുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാനാണ് ഇവിടുന്ന് ഓരോ സംഭവങ്ങൾക്ക് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന സ്ഥലത്ത് നിന്ന് ട്രെയിൻ കയറണം, ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇറങ്ങേണ്ടത്, ഓരോ സംഭവങ്ങളും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. വേറെ പൊട്ടിക്കൊച്ചായിരുന്നു കേട്ടോ. എങ്കിലും ഇവള് ഈ സംഭവങ്ങളൊക്കെ പഠിച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. എങ്കിലും ഞാൻ സംഭവങ്ങളൊക്കെ പഠിച്ചല്ല. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയ ഉടനെ ഒരു അടുത്തൊരു കോവിലൊക്കെ കാണാം കേട്ടോ. ചിലവർ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഈ കയറി വരുമ്പോഴത്തേന് ഈ വിക്കി സൈഡിൽ ഇതുണ്ടോ, ട്രെയിനെ പോലെ കൊത്തി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ട്രെയിനെ പോലെ കൊത്തി വെച്ച് ഇങ്ങനെ ഫുള്ള് കയറി വരുന്ന റൂട്ടെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളെ ഇതാ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഓരോ ഓട്ടോ ചേട്ടന്മാർ ഇങ്ങനെ വന്ന് സൈഡിൽ നിർത്തും. എങ്ങോട്ടാ പോണ്ടേന്ന് പറഞ്ഞാൽ വന്ന് നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ ഫുഡും ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കടകളൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഞാനും ഇങ്ങനെ കണ്ണൂരിലെ ഓരോ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം കൂടിയ, കേരളത്തിലെ വലിപ്പം കൂടിയ ജില്ലകളിലെ അതായത് 6ാം സ്ഥാനത്താണ് കേട്ടോ ഈ കണ്ണൂർ എന്ന് പറഞ്ഞ ഈ ഒരു ജില്ലയുള്ളത്. അതുപോലെ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പല ഷോപ്പുകൾ ഇവിടെ അടവാണ്. പക്ഷേ മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് ഒരുപാട് ആൾക്കാർ അവരവരുടെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയാണ് ഷോപ്പിംഗ്. പിന്നെ അതുപോലെ തന്നെ ഭായിമാരെ ഇഷ്ടം പോലെ കാണാം കേട്ടോ. കാരണം അവർക്ക് സൺഡേ ആണല്ലോ ലീവ്. അപ്പം അവർക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു ടൈം സൺഡേ ആണല്ലോ. അപ്പം സ്ട്രീറ്റിൽ ഫുള്ള് കാണുന്നത് അവരെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട്. അവരവരുടേതായിട്ടുള്ള വരുമാനം അവരെന്നെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടെ വരുമ്പോൾ നമുക്ക് കാണാം ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ട് അവരവരുടേതായിട്ടുള്ള വരുമാനം അവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റത്തോളം റൈറ്റിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ആ ഒരു റൂട്ട് കിട്ടും കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ണൂരിൽ വളരെ ചീപ്പ് റേറ്റിൽ ഡ്രസ്സും പിന്നെ അതുപോലെ ചെരുപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് പതിയെ അങ്ങോട്ട് കയറിയാലോ. അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡുകളിലെല്ലാം ചെറിയ 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 കടകളും ഒക്കെ കാണാം. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. അമ്മ ഇതെല്ലാം നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ ഓരോ സംഭവങ്ങളും. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കൂടുതൽ കറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഈ സ്ട്രീറ്റ്, പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ട്രീറ്റ്. ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ. കാരണം എല്ലാവരും ഫ്രീ ഉള്ള ടൈം അപ്പോഴാണ്. അപ്പോൾ ഈ ഇതിൽ കൂടെ എല്ലാം കയറി നടന്ന അവനവന് വേണ്ട സാധനമൊക്കെ ചെറിയ വിലയ്ക്ക് മേടിക്കാൻ പറ്റും. ഞങ്ങൾ കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലം ചെരുപ്പിനാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ റേറ്റിന് ചെരുപ്പ്, പിന്നെ ഡ്രസ്സ്, എന്തുകൊണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിൽ കൂടുതൽ യൂസ് ആക്കുന്നത് ഷോർട്സ്, 3/4 പോലത്തെ ഡ്രസ്സുകളാണ്. അതൊക്കെ ഇവിടെ ചെറിയ പൈസക്ക് കിട്ടും കേട്ടോ. അതുമാത്രമല്ല, ചെരുപ്പിനൊക്കെ എല്ലാവരും വലിയ ചെരുപ്പ് 100-300 രൂപയുടെ ചെരുപ്പ് ആരും മേടിക്കാൻ ആഗ്രഹിക്കാത്തവരല്ല. അപ്പം
ചെറിയ വിലക്ക് മൂന്നെടുത്ത 300 രൂപയ്ക്ക് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഇവിടെ വരും. ഇതിപ്പോ വീഡിയോ കാണുന്ന ഈ കണ്ണൂർ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഇവള് പറയുമ്പോഴത്തേന് ഇത് മനസ്സിലാകും കേട്ടോ. ഇവള് ഇതിനെ പറ്റിയിട്ട് വാചാലത ആവുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്ഥിരമായിട്ട് ഇത് മേടിക്കുകയും ഇവർ ഇത് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് മേടിക്കുകയും അതുപോലെ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയുന്നതുകൊണ്ടും അമ്മ ഭയങ്കരമായിട്ട് വാചാലത ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് പോകും. നല്ല ചെരുപ്പ് മേടിച്ചോളാന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പേക്ക് നമ്മളിവിടെ വന്നിട്ട് ഈ ചെറിയ വിലയുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകും കേട്ടോ. അപ്പേക്ക് പെട്ടെന്ന് പൊട്ടുമൊക്കെ ചെയ്യും. പക്ഷെ തുന്നിയാ നല്ലത്. എനിക്കിത് വേണം, ഞാൻ ഇങ്ങ് എടുക്കുക. ഇത് കൊറേ ഉണ്ടല്ലോ, വലിയ കളക്ഷൻ ആണല്ലോ. എടി കടക്കാരിടിച്ച് കൊല്ലും ഇവളുടെ ആക്രാന്തം കാരണം കംപ്ലീറ്റ് കഥം കുതാവുക. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരുപാട് ഒരുപാട് ഡ്രസ്സ് പോട്ടെ ചെരുപ്പുകളുടെ കളക്ഷനാണ് കേട്ടോ. ഇവിടെ തള്ളി താഴെയിട്ടുകൊണ്ട് എൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറിപ്പോയി. നമുക്ക് ഇതൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, നമ്മളത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽ ദിവസമൊക്കെ വരുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് മാക്സിമം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മേ ബി കണ്ണൂരിൽ ഇവിടെ തന്നെ ആയിരിക്കാം കേട്ടോ. ഇതുവരെ വിട്ടില്ല കേട്ടോ. വ്ളോഗിൽ നീ മുതലാക്കുവാണോ മുടി? അല്ല, എല്ലാ ലേഡീസും വന്നാൽ ഇങ്ങനെ നോക്കിപ്പോകും കേട്ടോ. ഇതേപോലെ വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചെറിയ റേറ്റിൽ ടീഷർട്ട്, ഷർട്ടുകൾ, പാൻറ്റുകൾ, അങ്ങനെ നമ്മൾ ജെൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിനൊക്കെ ചെറിയ റേറ്റും കൂടിയാണ് കേട്ടോ. നമ്മുടെ കുറച്ചൊന്നും മാറിയിട്ട് ബസ്സൊക്കെ വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് പഴയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് ബാക്കിയുള്ള ബസ്സുകളൊക്കെ പോകത്തുള്ളൂ. അമ്മൂട്ടിയുടെ കുറച്ചൊന്ന് മാറ്റി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സുകളുടെ പല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. കണ്ണൂരുകാരൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെയൊക്കെ തന്നെ ആയിട്ടായിരിക്കും വന്നിട്ട് മേടിക്കുകയൊക്കെ. എങ്കിലും കൊള്ളാം കേട്ടോ. അല്പസമയം ഞങ്ങൾക്ക് വിശ്രമം, ഞങ്ങളൊരു ബത്തക്ക വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഈ ഒരു സ്ട്രീറ്റിൽ ഡ്രസ്സ്, ബാഗ്, ചെരുപ്പുകൾ, കോസ്മെറ്റിക് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ മാല, വള, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മാലവള ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ കണ്ടതാണ് കേട്ടോ. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെറിയ റേറ്റിൽ, അതായത് ഈ ചെരുപ്പുകളൊക്കെ 200-250 റേറ്റിൽ, പിന്നെ ഡ്രസ്സുകളൊക്കെ 100 രൂപ തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നതൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ബഡ്ജറ്റാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലേ, അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് കറങ്ങി അടുത്ത് വരുമ്പോഴത്തേന് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡ്. എല്ലാവർക്കും സുപരിചിതമായിരിക്കും കണ്ണൂരുകാർക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ സ്റ്റേഡിയം ഇല്ലേ, അതുപോലെയാണ് കേട്ടോ. 2 ബസ് വന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോകളുടെയൊക്കെ പ്രത്യേകത ഉണ്ടോ, ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേനും ഓരോ നാട്ടിലെത്തുമ്പോഴത്തേനും വണ്ടികൾക്കല്ലേ ഓരോ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോകളുടെയൊക്കെ ഷേപ്പ് കണ്ടില്ല, ബാക്ക് വശമൊക്കെ ഇങ്ങനെ ചരിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് കേട്ടോ ബസ് ഒന്ന് പോയിട്ട്. ബസ് പോയി കഴിയുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് കാണിച്ചു തരാം കേട്ടോ. 2 ബസ് ഒരുമിച്ച് നമുക്ക് കിട്ടാത്ത ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബസ് ഇങ്ങനെ മത്സരിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്ത്. അതെ, ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പം കണ്ടില്ലേ, അത് ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും പറയുന്നത് ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയത്തിന് അല്ലെങ്കിൽ ഒരു വലിയൊരു സ്റ്റേഡിയത്തിൻ്റെ ഗാലറി എങ്ങനെ അതുപോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറബിക്കടലിനോട് ചേർന്നിട്ടാണ് കേട്ടോ, തൊട്ടടുത്ത്. പിന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചരിത്ര കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കൂടുതൽ കിട്ടും. നമ്മളൊന്നുകൂടെ പറഞ്ഞ ക്ലീശ ആയി പോയിട്ടുണ്ടാവും. പിന്നെ ഇതിനപ്പുറത്തേക്ക് കണ്ണൂരിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൊട്ടടുത്തായിരുന്നു കേട്ടോ അമ്മു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്തായിട്ടൊക്കെ ആ സമയത്തൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ വരികയും അത് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു നാടായിരുന്നു കേട്ടോ. അന്ന് സ്ഥിരം ഞങ്ങൾ ഈ റൂട്ടിലൂടെ ഇങ്ങനെ ക്രോസ് പോവുമായിരുന്നു. എനിവേ ഇത് കണ്ടില്ലേ, അപ്പം കണ്ണൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ തുടരും. ഞങ്ങളുടെ അടുത്തടുത്ത വീഡിയോയിൽ ഓരോന്ന് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ ബൈ.